2025 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ചൂട് കൂടിയ കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് പാലക്കാടാണ്. ഏറ്റവും ചൂട് കൂടിയ പ്രദേശം എന്ന് പറയുന്നത് പാലക്കാടാണ്. ട്രാൻസ്ജെൻഡറിന് വേണ്ടി 2025 ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലോത്സവം നടന്നു 2025. ആ കലോത്സവം അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് വർണ്ണപ്പകിട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്ന പേര് വർണ്ണപ്പകിട്ടാണ്. 2025 നടന്ന ഈ കലോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. അതായത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നല്ല, മൊത്തത്തിൽ ആദ്യത്തെ ഒരു ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് ഇടുക്കി ജില്ലയിലാണ്. ഈ ഇടമലക്കുടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്ന സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആദിവാസി കുട്ടികൾക്ക് മലയാള ഭാഷയിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പഠിപ്പുറസി എന്ന് പറയുന്ന പദ്ധതി. അതായത് ഈ ആദിവാസി കുട്ടികൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ആദിവാസി കുട്ടികൾക്ക് മുതുവാൻ ഭാഷയാണ് അവർ കൂടുതലായി സംസാരിക്കുന്നത്. അപ്പോൾ മുതുവാൻ ഭാഷയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന മലയാള ഭാഷ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അത് മറികടക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി എന്ന് പറയുന്നത്. 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ചെസ് മാസ്റ്റർ എന്ന് പറയുന്നത് നിഹാൽ സരിനാണ്. അപ്പോൾ 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ചെസ് മാസ്റ്റർ ആണ് നിഹാൽ സരിൻ.